ഞാൻ നിജി. അസ്സലാമു അലൈക്കും. മെയ് മാസത്തിൽ നമ്മുടെ പുതിയ സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ ഈ മാസം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ 1 ഇയർ ഏജ് ആയിട്ടുള്ള സീഡിങ്സിൻ്റെ പുതിയ സ്റ്റോക്ക് അപ്ഡേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രീമിയം ഉണ്ട്, നോർമൽ വെറൈറ്റി ഉണ്ട്, അതുപോലെ ബഡ് പ്ലാന്റ് സീഡിങ്സും നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഓർക്കിഡ് കുഞ്ഞ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് തന്നെ മിനിമം ഒരു 5 പ്ലാന്റൊക്കെ വാങ്ങിച്ച് വെച്ച് അതിൻ്റെ കെയറിങ് ആണെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ ആണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ സീഡിങ്സിൻ്റെ സൈസ് ഇതാണ്. ആവശ്യത്തിന് നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. 3-4 ഷൂട്ടോട് കൂടിയിട്ടുള്ള 1 ഇയർ ഏജ് ആയിട്ടുള്ള സീഡിങ്സാണ്. സാധാ കെക്കീസ് അല്ല. പ്ലാന്റിൻ്റെ ഒക്കെ സൈസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒരു ബിഗ് സീഡിങ്സിൻ്റെ വലുപ്പത്തിലുള്ളതാണ് ഈ ഒരു ബാച്ച് വന്നിട്ടുള്ളത്. നല്ല ഫ്രഷ് ലീഫാണ്. അതേപോലെ തന്നെ പ്ലാന്റൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഒത്തിരി കളേഴ്സ് തന്നെ നമുക്ക് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുണ്ട്. മുന്നത്തെ ബാച്ചിലും നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ അടുത്തിപ്പോൾ ഒരുപാട് പ്ലാന്റ് അവൈലബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നല്ല നല്ല കളേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ പ്രീമിയം ഉണ്ട്, ടിസ്റ്റ് ഉണ്ട്, നോർമൽ വെറൈറ്റി ഉണ്ട്. നമ്മൾ അങ്ങനെ ഒത്തിരി കളേഴ്സ് തന്നെ നമ്മളെത്തിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടിസ്റ്റ് ആൻറ്റിലോപ്പ് വെറൈറ്റി ഒക്കെ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർക്കിഡ് കളക്ഷനാണ്. അതൊക്കെ ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ. നമുക്ക് ആൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. മിനിമം 5 എണ്ണമാണ് നമുക്കൊരു കോംബോ ആയിട്ട് കൊടുക്കുന്നത്. 5ഉം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും. ഇതുപോലെ തന്നെ 1 ഇഞ്ച് നെറ്റ് പോട്ടിലുള്ള പ്ലാന്റ് ആണ്. നമുക്ക് പോട്ട് ചെയ്യാനോ കെയർ ചെയ്യാനോ അതുപോലെ ഓർക്കിഡിൻ്റെ പിന്നെ കെയറിങ്ങിനെ കുറിച്ചിട്ടോ മെയിൻ്റെനൻസിനെ കുറിച്ചിട്ടോ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. പ്ലാന്റിന് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ സീഡിങ്സൊക്കെ നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ്. നമുക്ക് കോമ്പാക്റ്റും വെറൈറ്റിയിലുള്ള കുറച്ച് പ്ലാന്റുകളുണ്ട്. അതേ മാത്രമേ നമുക്ക് ചെറിയ സൈസിലുള്ള പ്ലാന്റ് ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആവശ്യത്തിന് നല്ല വലുപ്പമുള്ള സീഡിങ്സ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഡെൻഡ്രോബിയം അതിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ചിട്ട് പ്ലാന്റിൻ്റെ സൈസിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ആവശ്യത്തിന് വെയിലും മഴയും വെള്ളമൊക്കെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പുതുതായിട്ടൊരു ഓർക്കിഡ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് വളർത്തിയെടുക്കാനും അതുപോലെ നമ്മുടെ ബഡ്ജറ്റിനും അനുസരിച്ചിട്ടുള്ളൊരു വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു ഓർക്കിഡ് വെറൈറ്റിയിൽ ഡെൻഡ്രോബിയ കേട്ടോ. നമുക്കതിൻ്റെ കെയറിങ്ങും മെയിൻ്റെനൻസും ഒരു ഈസി വേ ആണ്. നമുക്ക് പോട്ടിങ് ആണെങ്കിലും അതേപോലെ തന്നെ നമുക്കത് കെയർ ചെയ്തെടുക്കാനും ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് വെയിലും മഴയും കൊള്ളുന്ന ഒരു ഏരിയയിൽ വെച്ചിട്ടുള്ള കുറച്ച് മെച്ചോർഡായിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ നമുക്ക് ഈ ഇന്നലക്കത്തൊക്കെ ഒരു മഴ കഴിഞ്ഞതിന് ശേഷം പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയും മെത്തേഡും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഈസി വേ റീപോട്ടിംഗ് ആണ്. ഞാൻ എല്ലാ പ്ലാന്റും നമുക്ക് ഇതേപോലുള്ള ഒരു 7 ഇഞ്ച് പോട്ടിലാണ് നമുക്കിത് പോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പോട്ടിൻ്റെ ലൈഫ് ഒരു 2-3 വർഷം വരെ നമ്മുടെ പ്ലാന്റ് ആ ഒരു പോട്ടിൽ സേഫായിട്ടിരിക്കും. അപ്പോൾ പുതുതായിട്ടൊരു ഓർക്കിഡ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു രീതിക്ക് പോട്ട് ചെയ്തെടുക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. നമ്മൾ ഈ ഒരു നെറ്റ് പോട്ടിലുള്ള പോട്ടോട് കൂടിയിട്ടാണ് നമുക്ക് പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരിക. അപ്പോൾ ആ ഒരു പോട്ട് റിമൂവ് ചെയ്യാം. നമ്മുടെ ഓർക്കിഡ് ചെടിയൊക്കെ ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അത് ഒരു ചകിരിയിൽ വെച്ചിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തെടുക്കുക. ആ ചകിരിയും ഒക്കെ മൊത്തം റിമൂവ് ചെയ്തെടുക്കുക. ചകിരിയുടെ ഒരു ലൈഫ് ഒരു 6 മാസമാണ് കേട്ടോ. അതിന് ശേഷം ആ ഒരു പ്ലാന്റ് ഇതേപോലുള്ള ഒരു നമ്മുടെ ഈ നെറ്റ് പോട്ടിൻ്റെ മുകളിലുള്ള ലെയറിലുള്ള ആ ഒരു ഹോളിൽ വെച്ച് ഈ ഒരു ചെടി ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കും. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും ത്രെഡ് വെച്ച് നമുക്ക് ചെടി താഴ്ചയിലല്ല മുകളിൽ രീതിക്ക് നിൽക്കുന്ന രീതിക്ക് തന്നെ നമ്മുടെ ചെടി ഇതുപോലെ ഒരു 1 സൈഡിൽ വെച്ച് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓർക്കിഡ് ചെടി എപ്പോഴും നമുക്കൊരു 3 ഭാഗം ടൈറ്റ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കെട്ടിക്കൊടുക്കുന്നത്. ഹോസൊക്കെ വെച്ച് വെള്ളം നനയ്ക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരിളക്കം തട്ടുമല്ലോ. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് തന്നെ നമ്മൾ ഇതേപോലുള്ള കൊക്കോ ഫൈബറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ കൊക്കോ ഫൈബർ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് തന്നെ നമ്മൾ ചാർക്കോളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഓർക്കിഡിൻ്റെ റീപോട്ടിങ് കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് പോട്ട് ചെയ്യാനും നല്ലത് ഇതേപോലുള്ള കൊക്കോ ഫൈബറാണ്. ഇത് നമുക്ക് കുറച്ച് കാലം ലാസ്റ്റ് ചെയ്യും. നമുക്ക് ചെടിയിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കാനും ഈ ഒരു കൊക്കോ ഫൈബർ നല്ലതാണ്. ഇനി ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന
ചകിരി ഉണ്ടല്ലോ, ആ ചകിരിയുടെ ചോറ് കളഞ്ഞിട്ടുള്ള ആ ഒരു നാരാണ് ഈ ഒരു കൊക്കോ ഫൈബർ. അപ്പം നമ്മുടെ ഓർക്കിഡിൻ്റെ പോട്ടിങ് ഇപ്പോൾ ഒരു ചെറുതായിട്ടുള്ളൊരു രീതി നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇതേപോലുള്ള സീഡിങ്സ് വാങ്ങിച്ച് പോട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പോട്ടിങ് ആണ്. പെട്ടെന്ന് തന്നെ ചെടി വേര് പിടിക്കും. അതുപോലെ തന്നെ ചെടി നമുക്ക് ഓസൊക്കെ വെച്ച് നനച്ചാലും ചെടിക്കൊരു ടൈറ്റ് ഫീൽ ചെയ്യും. പിന്നെ അതേപോലെ നല്ല റൂട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ഇനി നിങ്ങൾ ഏത് ഏരിയയിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാലും ആ ഒരു ഏരിയയൊക്കെ നമുക്ക് ഹാങ്ങിങ്സൊക്കെ കൊടുത്ത് ഇതുപോലെ ഹാങ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ പ്രീമിയത്തിൻ്റെ സീഡിങ്സും അതുപോലെ ടിസ്റ്റ് വെറൈറ്റിയുടെ സീഡിങ്സും നോർമൽ വെറൈറ്റിയുടെ സീഡിങ്സൊക്കെ അവൈലബിൾ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതുപോലെ ബിഗ് സൈസ് പ്ലാന്റുകളുണ്ട്. ഇതൊക്കെ നമ്മളൊരു കോംബോയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോൾസെയിൽ റേറ്റിലും നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 10 കളേഴ്സായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് വേണമെന്നുള്ളത് നമ്മളോട് വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞാൽ മതി. അതിൻ്റെ കാറ്റലോഗ് ആണെന്നുണ്ടെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലൊക്കെ ഞാൻ പറയാം. പിന്നെ നമ്മുടെ മിനിമം 5 എണ്ണം 650 രൂപയാണ് നമ്മുടെ ഈ ഒരു സീഡിങ്സിൻ്റെ റേറ്റ്. ഒത്തിരി ആളുകൾ നമ്മളോട് കമൻറ്റിൽ റേറ്റ് എത്രയെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ പ്ലാന്റും അതിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോഴല്ലേ നമുക്കതിൻ്റെ റേറ്റ് കറക്റ്റ് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ ഏതിൻ്റെയൊക്കെ റേറ്റ് അപ്പം നിങ്ങളോട് ഞാൻ പറയാം. അതുകൊണ്ടാണ് കേട്ടോ റേറ്റ് പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള പ്ലാന്റാണ് വേണമെന്നുള്ളത് നമ്മളോട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെയൊക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം.